ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ബാബേട്ടാ? അയ്യോ മാഡം, ഇത് ചിക്കൻ ബോക്സ് ആണെന്നാ തോന്നുന്നത്. അയ്യോ, ചിക്കൻ ബോക്സോ? എന്റെ ദൈവമേ, ഇത് പകർച്ചവ്യാധിയാ. മോളെ, അമ്മയുടെ അടുത്ത് നിങ്ങൾ മാറി നിന്നേ. അവള് പൂർണ്ണമായും അയാളുടെ ഭാര്യയായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനുള്ളതെല്ലാം ആ സ്ത്രീ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു ഫ്രോഡാണ് ആ സ്ത്രീ എന്നറിയോ? കണ്ട വളരെ സൈലന്റ് ആയിട്ട് തോന്നും, ബട്ട് ഷീ ഈസ് വെരി ഡേഞ്ചറസ്. ഹോസ്പിറ്റലിൽ അവളെ അഡ്മിറ്റ് ചെയ്ത് എന്തൊക്കെയാ ചെയ്തെന്ന് ആർക്കറിയാം? ഒരുപക്ഷെ അവരവൾക്ക് ഷോക്ക് കൊടുത്തു കാണും. ചിലപ്പോ ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ പാസ്റ്റിനെ മുഴുവൻ റീപ്ലാൻ ചെയ്ത് കാണും. അങ്ങനെയാണെങ്കിൽ ഇനി അവൾക്ക് പാസ്റ്റ് ഇല്ല. ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോവുക, അതുമാത്രമേ പറ്റൂ. അത് തന്നെ എനിക്കും ഫീൽ ചെയ്തത്. പുതിയ മേൽവിലാസത്തിൽ അവളുടെ മനസ്സ് ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്റെ എല്ലാ പ്രതീക്ഷയും പോയി. സംസാരമില്ല. ചില കേസുകൾ ഇങ്ങനെയാണെന്ന് കരുതിയാൽ മതി. ഞങ്ങളുടെ വർത്താനം കേട്ട് സച്ചിക്ക് ബോറടിച്ചോ? ഏയ് ഇല്ല. സംസാരിക്കുന്നത് മാഡത്തിന്റെ ഏതോ പേഷ്യന്റിന്റെ കാര്യമാണെന്ന് മനസ്സിലായി. അതെ സച്ചി, ഈ ലോകത്തെ മനുഷ്യൻ എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അറിയാമോ? ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ ക്രൂരതയാണ് അയാളുടെ ഓർമ്മകളെ ഇല്ലാതാക്കുന്നത്. എന്റെ ഒരു പേഷ്യന്റിന്റെ ദുരവസ്ഥ എന്നെ ആകെ ഞെട്ടിച്ചിരിക്കുക. മാഡം, ആരൊക്കെ മായ്ച്ചു കളഞ്ഞാലും മായാത്ത ചിലതുണ്ട്. അത് കാലം നമുക്ക് തിരിച്ചു തരുന്നതാ. അതിന്റെ അനുഭവസ്ഥനാ ഞാൻ. ഇല്ലെങ്കിൽ ഞാൻ എന്റെ അർച്ചനെ കാണുമായിരുന്നില്ല. അതുപോലെ ഇതും ശരിയാവുമെന്ന് വിശ്വസിച്ചോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. സമയം ഒരുപാടായി. ശരി, ഞാൻ നാളെ വിളിക്കാം. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആ ശരി സർ. മാഡം, വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവളുടെ ഓർമ്മകളെല്ലാം ഒരു മായ്ച്ചു കളഞ്ഞെങ്കിൽ പിന്നെ നമുക്കിനി ഒന്നും ചെയ്യാനാവില്ല. ഓർമ്മകൾ മായുന്നില്ല ഹർഷൻ, അത് അടച്ചു പൂട്ടപ്പെടുന്നതേ ഉള്ളൂ. ഒന്നും അവള് സ്വയം മറന്നതല്ലോ, മനഃപൂർവ്വം അവളെ മറവിയിലേക്ക് എടുത്തെറിഞ്ഞതല്ലേ? ആവാം. പക്ഷേ എന്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ പഴയ ഓർമ്മകളിലേക്കൊരു തിരിച്ചുവരവ് അവളുടെ ജീവിതത്തിൽ ഇനി അസാധ്യമായിരിക്കും. പൂർണ്ണമായും അവൾ മറ്റൊരാളായി മാറിക്കഴിഞ്ഞു. സോ സമൃദ്ധയെ താനും മറന്നേക്ക്. അമ്മേ, അമ്മ ഇതുവരെ എണ്ണീറ്റില്ലേ? ഞാൻ പോയിട്ട് വരട്ടെ. അമ്മ ഒന്ന് എണ്ണീറ്റ്. സമയം എത്രയെന്നറിയോ? അമ്മേ, എന്താ അമ്മേ, എന്തു പറ്റി? അമ്മയ്ക്ക് ഒട്ടും വയ്യ മോളെ. നല്ല ചൂടുണ്ടല്ലോ. അമ്മയ്ക്ക് പനിയാണോ? മോളെ, അമ്മയ്ക്ക് കുറച്ച് വെള്ളം വേണം. ജെനിയാന്റി, ജെനിയാന്റി, വേഗം കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. അമ്മയൊന്ന് എണ്ണീറ്റ്, ഞാൻ പിടിക്കാം. എണ്ണീക്കമ്മേ. ഇതെന്താ അമ്മേ മുഖത്ത്?
ദേ കഴുത്തിലും കയ്യിലും ഉണ്ടല്ലോ. മോളെ മിററിങ് എടുത്തേ. ഇതാമേ. ഇതാ മോളെ അമ്മയ്ക്ക് കൊടുക്ക. അമ്മേ, എന്താ മാഡം, എന്തു പറ്റി? അമ്മയ്ക്ക് പൊള്ളുന്ന ചൂട്, മുഖത്തൊക്കെ ഇതേ പാട്, പൊള്ളി പോലെ ഇരിക്കുന്നു. നോക്കട്ടെ, മോൾ ഇങ്ങോട്ട് മാറിയേ. അയ്യോ ബാബു ഏട്ടാ, ഒന്ന് വേഗം വന്നേ. എന്താ എന്തു പറ്റി? ബാബു ഏട്ടാ, മാഡത്തിന് തീരെ വയ്യ. മുഖം ഒന്ന് നോക്കിയേ. ഇതെന്താ മുഖത്തിങ്ങനെ പൊങ്ങിയിരിക്കുന്നെ? എന്താ ബാബു ഏട്ടാ? അയ്യോ മാഡം, ഇത് ചിക്കൻ ബോക്സ് ആണെന്നാ തോന്നുന്നത്. അയ്യോ, ചിക്കൻ ബോക്സോ? എന്റെ ദൈവമേ, ഇത് പകർച്ചവ്യാധിയാ. മോളെ, അമ്മയുടെ അടുത്ത് നിങ്ങൾ മാറി നിന്നേ. വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. അങ്കിള് വണ്ടി ഇറക്ക്, നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ജെനി ആന്റി, എന്താ മോളെ? അമ്മയെ ഒന്ന് പിടിച്ചേ. അത് മാഡം തനിയെ കിടന്നോളും. അതെ, ഈ സമയത്ത് വേറെ ആരും തൊടാൻ പാടില്ല. നമുക്ക് അമ്മ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോവാം. ആ, കൊണ്ടുപോകാം. ഇപ്പൊ തന്നെ കൊണ്ടുപോവാമേ. ഇപ്പൊ കൊണ്ടുപോവാം. എന്റെ ദൈവമേ. അമ്മേ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. പോകാം, കുറച്ച് കഴിയട്ടെ. അമ്മയ്ക്ക് തണുക്കുന്നുണ്ടോ? വല്ലാതെ വിറയ്ക്കുന്നുണ്ട് മോളെ. മോള് ദൂരെ മാറിയിരുന്നാ മതി. മോളെ തൊടണ്ട. തൊട്ട ചിലപ്പോ മൂക്കും പകരും. എനിക്ക് പേടിയൊന്നുമില്ല. എന്റെ അമ്മയെ ഞാൻ തന്നെ നോക്കിക്കോളാം. അമ്മ കിടക്ക്. ഉം